സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബെല്ല ആണെങ്കിൽ ചന്ദ്രോത്തുനിന്ന് ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ചുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. ഇതേ സമയം ഋഷിയും കെവിനും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കെവിൻ ഋഷിയോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ വെളിയിൽ ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞതല്ലേ, ഇങ്ങനെ നീ ഇറങ്ങി നടന്നാൽ അത് പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പം എത്ര ദിവസം ഒരു സ്ഥലത്തും പോവാതെ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നത്, മരിച്ച ആളാണെങ്കിലും കുറച്ച് ശുദ്ധവായു ശ്വസിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ അത് മാത്രമല്ല, അവനെ ഒന്ന് പേടിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവനെന്തായാലും പേടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നോളും, അവനെ വീട്ടിൽ തന്നെ ഇരുത്തണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, നമ്മളുടെ നേതാവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളുടെ DYSP കുരുവിള അങ്ങോട്ട് വരുന്നുണ്ട്. കുരുവിള വന്നതും ഋഷിയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് ഋഷി വിശേഷങ്ങളൊക്കെ എന്ന് പറയുമ്പം, ഇന്ന് ഭയങ്കര ഒരു സംഭവം നടന്നു, സാറ് അറിഞ്ഞില്ലേ, നന്ദനെ ഞാൻ പ്രേതമായി ചെന്ന് പേടിപ്പിച്ചിട്ട് അവൻ ആ പറമ്പിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു, എന്നിട്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല, അവൻ വെള്ളമായതുകൊണ്ട് തന്നെ ശരിക്കും അവനെന്നെ പ്രേതാന്നാണ് വിചാരിച്ചേക്കണേ, കുറേ ദിവസമായില്ലേ അവനിപ്പോൾ എൻ്റെ പ്രേതത്തെ കണ്ടിട്ട്, എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് അവൻ പുറത്തേക്കൊന്നും ഇറങ്ങുമെന്ന് തോന്നണില്ല. ആ സമയം കുരുവിള പറയുന്നുണ്ട്, അങ്ങനെ അവനെ പേടിപ്പിച്ച് അകത്തിരുത്തരുത്, അവൻ പുറത്തേക്ക് ഇറങ്ങുകയും ഇവരുമായിട്ട് കൂട്ടുകൂടി നടക്കുകയും ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ കാര്യവും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ദേവികയും കൊണ്ട് പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും. ആ സമയത്ത് കെവിനും പറയുന്നുണ്ട്, അത് സാറ് പറഞ്ഞത് നേരെ, അവനെ പേടിപ്പിച്ച് വീട്ടിലിരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യവും നടക്കൂല. ഇപ്പം നമ്മളുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം നന്ദന, അവനൊരു പൊട്ടനായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, അല്ലെങ്കിൽ തന്നെ ഋഷി അവൻ കൊന്നു എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നത് കൊണ്ട് ഋഷിയുടെ കേസ് ഇനി കുത്തിപ്പോക്കി ജയിലിൽ പോകുമെന്ന് പറഞ്ഞാൽ അവൻ ദേവികയും കൊണ്ട് എന്ത് നടത്താൻ പറ്റാത്ത അഴിമതി നടത്തി തരുമെന്ന്. അത് കേട്ടതും ഋഷി പറയുന്നുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം പണമാണെങ്കിൽ എൻ്റെ ലക്ഷ്യം പണമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ പ്രതികാരം എനിക്ക് അവനോട് വീട്ടാനുള്ളത്, എന്തായാലും അവൻ്റെ കുടുംബത്തെ തകർത്ത് ഇല്ലാണ്ടാക്കണമെന്ന എൻ്റെ ലക്ഷ്യം. എൻ്റെ ലീനയെ ഇല്ലാണ്ടാക്കിയത് അവൻ്റെ അമ്മയാണ്, അതുപോലെ തന്നെ എന്നെ കുറേ വർഷങ്ങളോളം കട്ടലെ തന്നെ ആക്കിയതും അവൻ്റെ അമ്മ. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, അത് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞങ്ങൾക്ക് അവനോട് പ്രതികാരമൊന്നുമല്ല, പക്ഷേ നിൻ്റെ പേരും പറഞ്ഞ് അവനെ മാക്സിമം ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയെടുക്കും, അതിനു വേണ്ടിയാണ് നിന്നെ ഇപ്പം മറച്ചു വച്ചിരിക്കുന്നത് തന്നെ, കുറച്ച് ദിവസങ്ങളും കൂടി നീ വെയിറ്റ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ലക്ഷ്യം നിറവേറണ വരെയും ഞാൻ മരിച്ചതായിട്ട് തന്നെ അവർ വിശ്വസിച്ചോട്ടെ, എന്തായാലും ആ പ്രഭാവതിയും ഞാൻ മരിച്ചു നന്ദന എന്നെ കൊന്നേന്ന് വിചാരിച്ച് തന്നെയല്ലേ ഇരിക്കണേ, എന്തായാലും ആ ഒരു കാര്യത്തിൽ പ്രഭാവതി നല്ലോണം പേടിച്ച് തന്നെ നിൽക്കണം, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രഭാവതി അതെല്ലാം അനുസരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ കരഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്രഭാവതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പ്രഭാവതി ചെന്നതും ദേവികയെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക വന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം, നീ ഇസബെല്ലയോട് മോശമായി പെരുമാറിയെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയണേ, ഞാൻ അവളോട് അങ്ങനെ മോശമായി പെരുമാറിയൊന്നുമില്ല, ശരിക്കും ഞാൻ അവളോട് മോശമായി പെരുമാറേണ്ടതായിരുന്നു, ഞാനിവിടെ വന്നപ്പോൾ കണ്ട സാഹചര്യം വെച്ച് അവളെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടേണ്ടതായിരുന്നു എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതിന് ഈ വീട്ടിൽ വരുന്ന നന്ദൻ്റെ ഫ്രണ്ടിനെ ഇറക്കി വിടാനുള്ള അധികാരവും ദേവികയ്ക്ക് ഇവിടെ ഇല്ല, എന്തായാലും ഇസബെല്ല എനിക്കും വേണ്ടപ്പെട്ട കുട്ടിയാണ്, അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ദേവിക ഇസബെല്ലയോട് മോശമായി പെരുമാറരുതെന്ന്. ആ സമയത്ത് ദേവിക പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്ന് മുതലാണ് ഇസബെല്ലയെ പരിചയമായത്, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഇസബെല്ലയെ അറിയാം, ഇസബെല്ലയുടെ സ്വഭാവവും അറിയാം, ഇസബെല്ല എത്രത്തോളം തരം താഴ്ന്ന് ചിന്തിക്കുമെന്നും എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അമ്മ ഒന്ന് ഓർത്ത് വെച്ചോ, ഇസബെല്ലയെ അധികം ഈ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതം തകർക്കാനായിരിക്കും, എന്തായാലും അമ്മ ഒരിക്കലും എൻ്റെ ജീവിതം തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇനി ഒരിക്കൽ കൂടി ഇസബെല്ല ഇങ്ങോട്ട് വരാൻ ഇടവരരുതെന്ന്. ആ സമയത്ത് പ്രഭാവതി ആണെങ്കിൽ ആകെ കൺഫ്യൂഷനിലാവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഇസബെല്ലയോട് മോശമായി ഒന്നും പെരുമാറിയില്ല എന്നാണോ പറയണതെന്ന് ചോദിക്കുമ്പം, ഇല്ലമ്മേ, ഞാൻ അവളോട് മോശമായി ഒന്നും പെരുമാറിയില്ല, അവളാണ് ശരിക്കും മോശമായിട്ട് പെരുമാറിയത്, നന്ദൻ്റെ അടുത്ത് അവൾ കാണിക്കുന്ന സ്വാതന്ത്ര്യം കണ്ടപ്പം എനിക്ക് സത്യത്തിൽ നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വന്നതാണ്, പിന്നെ ഞാനത് കടിച്ചമർത്തി നിന്നതാണ്, അവളിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ വന്നേക്കണേ, എന്തായാലും ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബെഡ്റൂമിലേക്ക് അന്യ സ്ത്രീക്ക് കടക്കാനുള്ള അവകാശം ആരാ അമ്മയെ കൊടുത്തതെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് മോളെ, നന്ദൻ ആ ഒരവസ്ഥയിലായതുകൊണ്ട് എനിക്ക് നന്ദനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇസബെല്ല ഇവിടെ കൊണ്ടു കിടത്തിയെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ വരില്ലായിരുന്നോ അമ്മേ, നന്ദനെ താഴെ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ വന്നതിന് ശേഷം നന്ദനെ ഞാനോ അച്ഛനോ ആരെങ്കിലും മുകളിൽ കൊണ്ടു കിടത്തിക്കോളൂല്ലായിരുന്നോ, അല്ലെങ്കിൽ താഴെ കിടന്നാലും പ്രശ്നമില്ലായിരുന്നല്ലോ, അമ്മ എന്തിനാ ഇസബെല്ലയെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് വിട്ടേന്ന്.
ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ആകെ ചെകുത്താനും കടലിനും ഇടയിലായതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇസബല്ലയോട് മുഖം കറുപ്പിച്ചൊന്നും പറയാനും പറ്റില്ല. ഇസബല്ലയോട് പ്രഭാവതി മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നന്ദൻ്റെ ജീവിതത്തെ ബാധിക്കും. ഇതിപ്പോൾ ഇസബല്ലയെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചാൽ അതും നന്ദൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് ഇങ്ങനെ പ്രഭാവതി ചിന്തിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവിയാണെങ്കിൽ രാവിലെ ഞാനൊന്ന് ചന്ദ്രോത്ത് പോയി വരട്ടെ എന്ന് ഗൗരിയോട് പറയുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ചന്ദ്രോത്ത് പ്രത്യേകിച്ച് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇന്നലെ രാധികേനെ കണ്ടിരുന്നു. രാധിക പറഞ്ഞു ദേവിക എന്തോ ഒരു വിഷമത്തിലാണ്, കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല, വിളിച്ചിട്ട് ഭയങ്കര സങ്കടവും വിഷമമെന്നൊക്കെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും രാധിക പറഞ്ഞത് വെച്ച് നോക്കുമ്പം ചന്ദ്രോത്ത് എന്തോ ഒരു പുതിയ പ്രശ്നം നടക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുരളിയേട്ടൻ പറയൂലേ, മുരളിയേട്ടൻ എപ്പോഴും ചന്ദ്രോത്ത് പോകണേ അല്ലേ എന്ന് ചോദിക്കുമ്പം അതിപ്പോൾ മുരളിയോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിലോ. എന്തായാലും ഞാനൊന്ന് പ്രഭകുഞ്ഞിനെ പോയി കാണട്ടെ, പ്രഭകുഞ്ഞ് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയാതിരിക്കില്ല. അതുമാത്രമല്ല, ഇതിനു മുമ്പ് ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ പ്രഭകുഞ്ഞ് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു പ്രഭകുഞ്ഞിന് എന്താ സങ്കടം എന്ന്. പക്ഷേ പ്രഭകുഞ്ഞൊന്നും വിട്ടു പറഞ്ഞില്ല. എന്തോ ഒരു രഹസ്യം പ്രഭകുഞ്ഞ് എല്ലാവരിൽ നിന്നും മറയ്ക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, ഇനി അതുകൊണ്ടായിരിക്കുമോ ദേവികയും കൊണ്ട് ആ പ്ലാന്റിന് അവർ അനുമതി കൊടുപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനത് പ്രഭകുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്. അതും കൂടി കരുതി തന്നെയാണ് ഞാനിപ്പോൾ പോണേ. എന്തായാലും നീ വാതിലടിച്ച് അകത്തേക്ക് കയറി പോയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഭാർഗവി ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധികേനെ മാധവനെയാണ്. രാധിക മാധവനോട് പറയുന്നുണ്ട്, മാധവേട്ട ഒന്ന് ചന്ദ്രോത്ത് വരെ ഒന്ന് പോയി നോക്കാവോ. ആ സമയത്ത് മാധവൻ ചോദിക്കുന്നുണ്ട്, എന്തിയ രാധികയെ, എന്തിനാ ഞാനിപ്പോൾ ചന്ദ്രോത്ത് പോകണേന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇന്നലെ മോള് വിളിച്ചപ്പം ഭയങ്കര സങ്കടത്തിലായതുപോലെ എനിക്ക് തോന്നി, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിലും മോളുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളല്ലേ രാധികയുള്ളൂ. അന്ന് ആ ഇലക്ഷന് മത്സരിക്കണ്ടെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ പേരാ മോൾക്ക് വീണിരിക്കുന്നത്, അഴിമതിക്കാരി, അക്രമക്കാരി, മറ്റുള്ളവരുടെ പൈസയ്ക്ക് വേണ്ടി MLA ആയി എന്നൊക്കെ പറഞ്ഞ ആളുകൾ മോളെ എന്തൊക്കെ അസംബന്ധമാണ് പറയണേന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട്, അത് മോള് ചെയ്തത് തെറ്റ് തന്നെയല്ലേ, എന്തായാലും സിദ്ധാർത്ഥനോട് ചോദിക്കാതെയല്ലേ മോൾ അതൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ മോളെ അത് പറഞ്ഞ് നിർബന്ധിച്ചത് ആരാന്നൊന്നും അറിയില്ലല്ലോ, മോളോട് ചോദിച്ചാൽ മോളത് പറയൂല എന്ന് പറയുമ്പം മാധവൻ പറയുന്നുണ്ട്, അത്രയ്ക്കും കൂടുതൽ സമ്മർദ്ദം വന്നിട്ടായിരിക്കും മോളത് ഒപ്പിട്ട് കൊടുത്തത്, അല്ലാതെ ഒരിക്കലും മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനെയും അതുപോലെ തന്നെ ഇസബല്ലേനെയൊക്കെയാണ്. കെവിനും ഇസബല്ലയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. എന്നിട്ട് കെവിൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പണ്ടേ ഞാൻ അവനെ നോട്ടം ഇട്ട് വച്ചിരുന്നതാണ്, ഇപ്പോഴാണ് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയത്. എന്തായാലും ദേവികയുടെ അവൻ്റെയും ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് ഞാൻ പിന്മാറുള്ളൂ. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, നന്ദനെ കെവിനൊന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട, എന്തായാലും നന്ദനെ എനിക്ക് വേണം. ഞാൻ പണ്ട് തൊട്ടേ നന്ദൻ്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിച്ചതാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ആ ദേവിക കടന്നു വന്നത്. ദേവികയെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവനക്ക് വേറെ ആരെയും വേണ്ടാന്നായി. അതുകൊണ്ടാണ് ഞാനന്ന് അവനെ വിട്ട് കളഞ്ഞത്. എന്തായാലും ഇനിയെങ്കിലും എനിക്കവനെ തിരിച്ചു പിടിക്കണം. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഇസബല്ല എന്ന് പറയുമ്പോൾ അത് കെവിനാണ് തീരുമാനിക്കുന്നത്. ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. എങ്ങനെയും ദേവികയെ നന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കും. അതിനുശേഷമേ ഞാൻ ഋഷി ജീവിച്ചിരിക്കേണ്ടെന്നുള്ള കാര്യം നന്ദനോട് പറയുള്ളൂ എന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഇന്നലെ നന്ദൻ ഋഷിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചുകൊണ്ട് ഇന്നിനിപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങുമെന്ന് തോന്നണില്ല. എന്തായാലും അവൻ അകത്തിരുന്നാൽ അത് നമുക്ക് ദോഷമാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവൻ പുറത്ത് വരണം. പുറത്ത് നമ്മുടെ അടുത്ത് വന്നാലേ ഋഷിയുടെ പേരും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്താനും പേടിപ്പിക്കാനും പറ്റുള്ളൂ. അവൻ ഒന്നാമതേ പേടിത്തൊണ്ടനായതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കുമെന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, നന്ദനെ വെളിയിൽ വരുത്താനുള്ള പണിയൊക്കെ എനിക്കറിയാം, എന്തായാലും ഞാനിപ്പോൾ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെടുത്ത് നന്ദനെ വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ നന്ദനാണെങ്കിൽ ഇങ്ങനെ കള്ളു കുടിച്ചതിൻ്റെ ആ ഒരു ഇത് മാറാതെ ഇങ്ങനെ കിടക്കുകയാണ്. ദേവിക വന്നിട്ട് നന്ദു എഴുന്നേക്ക് നന്ദു എഴുന്നേക്ക് നന്ദു എന്ന് പറഞ്ഞിട്ടൊന്നും നന്ദൻ വയ്യാന്ന് പറഞ്ഞ് തന്നെ കിടക്കുകയാണ്. ആ സമയത്താണ് നന്ദൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോണെടുത്ത് നോക്കിയിട്ട് ദേവിക പറയുന്നുണ്ട്, ഇസബല്ലയാണല്ലോ വിളിക്കണേ, ഇസബല്ല എന്തിനാണ് നന്ദനെ വിളിക്കണേന്ന് ചോദിക്കുമ്പം വേഗം തന്നെ നന്ദൻ ഫോൺ ഈ ദേവികയുടെ ഇന്ന് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. എന്നിട്ട് എന്താ ബെല്ലാന്ന് ചോദിക്കുമ്പം നീ എവിടെയാണ്, നീ എന്താ പുറത്തേക്കൊന്നും വരാത്തതെന്ന് ചോദിക്കണം. ആ സമയത്ത് ഇന്നലെ കണ്ട ആ ഒരു കാര്യങ്ങൾ വെച്ച് എനിക്ക് ആകെ പേടിയായിപ്പോയി. ഇപ്പോഴും ആ രംഗം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്കൊന്നും വരാത്തത്. എന്തായാലും ഞാനിനി 2 ദിവസത്തേക്ക് പുറത്തേക്കൊന്നും വരുന്നില്ല ബെല്ലാന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, നീ അതെല്ലാം മനസ്സിൽ നിന്ന് കളയുക, എന്നിട്ട് നീ ഇപ്പോൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക്, ഞാനിപ്പോൾ തന്നെ വണ്ടി കൊണ്ട് വരാൻ നിന്നെ വിളിക്കാമെന്ന് പറയണം. ആ സമയത്ത് വീണ്ടും നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് വയ്യ ബെല്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് വരുവേ, നീ റെഡിയായി വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിൽ കയറി വന്ന് പിടിച്ചുകൊണ്ട് വരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റെഡിയായി നീ വെളിയിലിറങ്ങി നിൽക്കുന്നു. അങ്ങനെ
ശരി എന്നാൽ ഞാനിപ്പോൾ തന്നെ റെഡി ആവാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ ഫോൺ വെച്ചിട്ട് റെഡി ആവാനായിട്ട് എണീക്കുന്ന സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട്, നന്ദു ഇത് എവിടെ പോകുകയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പുറത്ത് വരെ പോകണമെന്ന് പറയണു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇപ്പം നന്ദൻ പുറത്തേക്ക് പോകണില്ല, നന്ദു പുറത്തേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല, നന്ദുവിനെ ഇപ്പോൾ വിളിച്ചത് ഇസബല്ലയല്ലേ, അങ്ങനെ ഇസബല്ലയുടെ ഇഷ്ടത്തിന് നന്ദു പോകണ്ടെന്ന് പറയുന്നു. അത് കേട്ടതും നന്ദനാണെങ്കിൽ അത് നീയാണോ തീരുമാനിക്കണമെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെ തീരുമാനിക്കണം, ഇത്രയും നാളും നന്ദുവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു, ഇനി അത് നടക്കില്ല, ഇനി ഞാൻ തീരുമാനിക്കണ പോലെ നന്ദു ജീവിച്ചാൽ മതി, എന്തായാലും തൽക്കാലം നന്ദു ഇപ്പം എങ്ങോട്ടും പോകണില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവിക നന്ദനെ തടഞ്ഞവിടെ നിർത്തുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.